ഹലോ ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് INFJ ഗേൾ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടാണ്. INFJ ഗേൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ ഇമോഷണലായിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, INFJസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, എനിക്ക് എൻ്റെ ഒരു ഒബ്സർവേഷൻ മനസ്സിലായിട്ടുള്ളത് വളരെ ഇമോഷണലായ വളരെ സെൻസിറ്റീവായ സ്ത്രീകളാണ്, യുവതികളാണ് അവർ. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഇമോഷൻസിനെ ആ ഒരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പലപ്പോഴും പറ്റലില്ല എന്ന് പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത്രയും സേഫായിട്ടുള്ള അവരുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യുന്ന, അതിനെ എക്നോളേജ് ചെയ്യുന്ന, അതിപ്പോൾ ഷെയർ ചെയ്യപ്പെടുകയാണെങ്കിൽ അത് റിസീവ് ചെയ്യാൻ വില്ലിങ്ങായ എഫേർട്ട് എടുക്കുന്ന ഒരു പാർട്ട്ണറെ കിട്ടിയില്ലെങ്കിൽ അവർക്ക് അവരുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ വളരെ പാടാണ്. ഇത് INFJസിൻ്റെ മാത്രം കാര്യമില്ല, INFPകളുടെ ഇങ്ങനൊരു വിഷയമുണ്ട്. INFPകളുടെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. INFJസിൻ്റെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ പലപ്പോഴും വളരെ സ്റ്റോയിക്കായിട്ട്, എന്ന് വെച്ചാൽ ഇപ്പം എങ്ങനെ പറയാം, അവരുടെ എക്സ്പ്രഷനിൽ നിന്ന് പലപ്പോഴും അവർ ശരിക്കുള്ള ഇമോഷൻ എന്താണെന്ന് എല്ലാവർക്കും പിടികിട്ടണം എന്നില്ല. അത്രയും സ്കിൽഫുള്ളായ, അത്രയും അണ്ടർസ്റ്റാൻഡിങ് ആയ, അത്രത്തോളം എഫേർട്ട് എടുക്കുന്ന ഒരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുന്നത് INFJ ഗേൾസിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു ഗേൾസിൻ്റെ ഒരു അവസ്ഥയല്ല INFJ ഗേൾസിൻ്റെ അവസ്ഥ, ഗേൾ ഫ്രണ്ടിൻ്റെ അവസ്ഥ. അവർക്ക് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണലായിട്ടുള്ള ഒരു ലോകം, ഒരു യൂണിവേഴ്സാണ് ഉള്ളത്. അപ്പോൾ അത്രയും പ്രൊഫൗണ്ടായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷനാണ്, അത്രയും ഡീപ്പായിട്ടുള്ളൊരു ഇമോഷണൽ കണക്ഷനാണ് അവർ പാർട്ട്ണറിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അവർ ആഗ്രഹിക്കുന്നത്. പാർട്ട്ണറിൽ നിന്നല്ല, അവർ അതേപോലെ ഇമോഷൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഫീലിങ്സിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഇൻ്റലിജൻസിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കും. വളരെയധികം സഹാനുഭൂതിയുള്ള, വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള, എംപത്തറ്റിക് ആയിട്ടുള്ള, അണ്ടർസ്റ്റാൻഡിങ് ആയ പാർട്ട്നേഴ്സാണ് INFJ ഗേൾ ഫ്രണ്ട്സ്. INFJ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പാർട്ട്ണറിൻ്റെ ചിന്തകൾ, അതേപോലെ ഇമോഷൻസ്, ഫീലിങ്സ്, ആവശ്യങ്ങൾ, ഇതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാനും അതേപോലെ തന്നെ അക്നോളേജ് ചെയ്യാനും അവരുടെ പാർട്ട്ണറിൻ്റെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, ഇമോഷണലായിട്ടുള്ളത് അതൊക്കെ കൊടുക്കാനും അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. തിരിച്ചും അതേപോലെ അവരുടെ ഇമോഷണലായിട്ടുള്ള ആവശ്യങ്ങളെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന, അതായത് അത് അംഗീകരിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കി ഇടപെടുന്ന ഒരു പാർട്ട്ണറെ പലപ്പോഴും INFJസിന് കിട്ടലില്ല. അതായത് INFJ ഗേൾ ഫ്രണ്ട് പലപ്പോഴും അവരുടെ ഒരു ചിന്തകൾ, അവരെന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു വിഷയം അവരുടെ ഒരു മൈൻഡിലുണ്ടെങ്കിൽ അവരതിനെക്കുറിച്ച് കാര്യമായി പഠിക്കുകയും അതിൽ മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിലുള്ള ഗേൾസിൻ്റെ ഒരു അവസ്ഥയാവില്ല. അപ്പോൾ ഒരു അത്ര തന്നെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരാളാണ് പാർട്ട്ണറെങ്കിൽ അവർക്ക് INFJ ഗേൾ ഫ്രണ്ട്സിൻ്റെ ശരിക്കും ഇമോഷണലായിട്ടുള്ളൊരു സംഗതി മനസ്സിലാവണമെന്നില്ല. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, അത് ഇവർക്ക് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരവസ്ഥയാണ് ഉണ്ടാവുക INFJ ഗേൾസിന്. പിന്നെ ഇതിലെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയാൻ പറ്റാറില്ല, അതിലൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, INFJ ഗേൾസിന് പലപ്പോഴും അവരുടെ ഇമോഷൻസിനെ സ്വയം മനസ്സിലാക്കാൻ വളരെ പാടായിരിക്കും. അതായത് പലപ്പോഴും എന്താ വെച്ചാൽ, ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്ന് കരയണ കാണില്ല. അതായത് വളരെ പ്യുവറായിട്ടുള്ള ഇമോഷൻസ് അവരുള്ളിൽ മനസ്സിലാക്കി ഇരുന്ന് കരഞ്ഞ അവർക്കൊരു സൗകര്യം കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ INFJസിൻ്റെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ഇൻ്റലിജൻസും ഇമോഷൻസും ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇമോഷണലായിട്ടുള്ള ഫീലിങ്സിൻ്റെ ഒരു ലോകമായിരിക്കും പൊതുവേ ഉണ്ടായിരിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ കോംപ്ലക്സ് ആയതിനെ വളരെ സട്ടിലായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ട്ണറെ കിട്ടിയില്ലെങ്കിൽ വളരെ പാടാണ്. അപ്പോൾ അല്ലെങ്കിൽ എന്താ കാര്യം വെച്ചാൽ, അങ്ങനെ എക്കനോളേജിങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ അല്ലെങ്കിലുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ അറഗൻ്റാണ് INFJ ഗേൾ ഫ്രണ്ട് എന്ന് അവർ രണ്ട് കണക്ക് കൂട്ടും. അപ്പോൾ അത് ഒരുപാട് അടിപിടികൾക്കും ഒക്കെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പൊതുവെ INFJs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖത്തറുണ്ടാക്കുന്ന ടീംസ് ലെവലിലൊക്കെ പലരും വിചാരിക്കുന്നുണ്ട്. ഈ ഖത്തറുണ്ടാക്കുന്ന ടീംസ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് അവരുടെ ഇൻ്റലിജൻസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു പറഞ്ഞില്ല, അതുകൊണ്ട് ബ്ലണ്ടായിട്ടാണ് അവർ പല കാര്യം പറയുക. അതായത് അവർക്ക് പറയാനുള്ള കാര്യം അവർക്കണ്ട് പറയണം, അങ്ങനെ ഇരിക്കും. അപ്പോൾ അത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് എന്താ വെച്ചാൽ ഒരു പക്ഷേ ഭയങ്കര അറഗൻ്റായിട്ട് സംസാരിക്കണം, അങ്ങനെ പറഞ്ഞിട്ട് ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവർ വളരെ സെൻസിറ്റീവായ ആളുകളാണ്, അത് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കലില്ല. അതുകൊണ്ട് തന്നെ
ഡിവോഴ്സ് റേറ്റും അതേപോലെ തന്നെ ക്ലാഷുകളൊക്കെ കൂടുതലായിരിക്കും INFJസിൻ്റെ പാർട്ട്നേഴ്സുമായിട്ട് INFJസിന്. അപ്പോൾ അത്രയും ഇമോഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ തന്നെ INFJയുടെ പാർട്ട്ണറായിട്ട് വന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. വളരെ ഇൻറ്റൻസാണ് വൈകാരികമായിട്ട് INFJs എന്ന് പറഞ്ഞാൽ. അതായത് വളരെ ഇൻറ്റൻസായ കോംപ്ലക്സായ ഇമോഷൻസാണ് ഒരേ സമയത്ത് പോലും ഇവർ കുറേ ഇൻറ്റൻസായ ഇമോഷൻസിനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അത് പലപ്പോഴും സ്ട്രെങ്ത്താണ് ശരിക്കും പറഞ്ഞാൽ, പക്ഷെ അത് വളരെ ചലഞ്ചിങ് ആയിരിക്കും റിലേഷൻഷിപ്പിൽ. അതിനുള്ള കാരണം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, പാർട്ട്ണറിനനുസരിച്ചിരിക്കും. ഒരു കാര്യം ആലോചിച്ച് ഒരേ സമയത്ത് സങ്കടവും അതേപോലെ ഒരു ദേഷ്യവും നിസ്സഹായാവസ്ഥയൊക്കെ വരുന്ന ഒരവസ്ഥ ആലോചിച്ചൊക്കെ അത് മനസ്സിലാക്കണമെങ്കിൽ ആ പാർട്ട്ണർ അത്ര ഇമോഷണലി ക്വാളിഫൈഡ് ആയിരിക്കണം. പിന്നെ ഇവർ ഇമോഷണലായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങളുണ്ട്. അത് വാലിഡേഷൻ വേണം, അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വേണം. എന്ന് വെച്ചാൽ ആളിപ്പോൾ സങ്കടപ്പെട്ടിട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പുറത്ത് കാണിക്കുന്നത് ദേഷ്യം പോലെയൊക്കെ ഇരിക്കും ചിലപ്പോൾ. അപ്പോൾ അത് ദേഷ്യമല്ല, സങ്കടം കൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ ഞാനുണ്ട് കൂടെ എന്നുള്ളൊരു രീതിയിലൊരു വൈബിൽ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിലാണ്, പാർട്ട്ണർ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്താലാണ് അവർക്കൊരു സേഫ്റ്റി തോന്നുള്ളൂ. അങ്ങനെ അവർ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് എപ്പോഴും കൂടെ നിൽക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. അവർക്ക് അവരുടേതായ സമയവും ഒരു സ്പേസും കൊടുത്തുകൊണ്ട് തന്നെ പേടിക്കണ്ട കേട്ടോ എന്നല്ല, ഞാനുണ്ട് കൂടെ എന്ന് അവരെ ഒന്ന് മനസ്സിലാക്കിപ്പിച്ചാൽ മതി. പിന്നെ INFJസിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻറ്റ് നെഗറ്റീവ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നില്ല. എന്ന് വെച്ചാൽ INFJസിന് ഏത് സമയം കൂടെ നിൽക്കണം അങ്ങനെയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അവർ തന്നെ അവരുടേതായ റിസർച്ചിലും കുറേ കാര്യങ്ങൾ തേടിപ്പിടിച്ച് ഇങ്ങനെ നടക്കും, വായനയിലൊക്കെ ആയിരിക്കും, സിനിമ കാണലൊക്കെ ആയിരിക്കും. ഒരുപാട് ഹോബീസ് ഉണ്ടാവും സാധാരണ INFJസിന്. അപ്പോൾ ഏത് സമയം അവർ കൂടെ നിൽക്കണമെന്നില്ല. അപ്പോൾ അതൊരു വളരെ ഡ്രൈ ആവും അവർ. അതായത് പാർട്ട്ണർ വളരെ ക്ലിങ്ങി ആയിട്ട് ഏത് സമയം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് അവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ എന്താ കാര്യം വെച്ചാൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഭക്ഷണം കഴിച്ചോ, വെള്ളം കുടിച്ചോ, ഓക്കെ അല്ലേ, ഞാനിവിടെ ഉണ്ട് കേട്ടോ, സുത്തുമണി എന്നുള്ള രീതിയിലൊക്കെ അവർക്ക് വളരെ സന്തോഷമായിരിക്കും. ഞാൻ അതിൻ്റെ ഒരു വലിയ പ്രശ്നം നെഗറ്റീവായിട്ട് വരാനുള്ള സാഹചര്യം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പലപ്പോഴും എന്താ വെച്ചാൽ INFJസിനെ ഏത് സമയം പിന്നാലെ നടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ INFJസിനെ പലപ്പോഴും പലരും ചതിക്കും. എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും വന്നിട്ട് ഞാനിവിടെ ഉണ്ടിട്ട് 10 മണി എന്നുള്ള രീതിയിലാണ് അത് വേണ്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എഫേർട്ട് കുറവാണ് പാർട്ട്ണർക്ക് INFJസിൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ. ഈ INFJസിനെ അവർ ചീറ്റ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ എന്താ വെച്ചാൽ അവർ പലപ്പോഴും എന്താ വെച്ചാൽ അത് എൻ്റെ തോന്നലായിരിക്കും, അതുകൊണ്ട് സ്വയം കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ അവർ മാനിപ്പുലേറ്റ് ചെയ്യാനും പലപ്പോഴും പലർക്കും പറ്റും. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഗട്ട് ഫീലിംഗ് ഇല്ലേ, നമുക്ക് തുടക്കത്തിൽ തോന്നില്ല ഇതിങ്ങനെയാണ് എന്ന്. അപ്പോൾ അത് പലപ്പോഴും സത്യമാവലുണ്ട്, റിയൽ ആവലുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കൊന്ന് നമ്മുടെ പാർട്ട്ണറിനെ കുറിച്ച്, അതായത് പാർട്ട്ണർ ജെനുവിനാണെന്ന് ഉറപ്പ് വരുത്തുക. ജെനുവിൻ അല്ലാത്ത പാർട്ട്ണറാണെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും. പിന്നെ ഡീപ്പായ കോൺവെർസേഷൻസ് വേണം. സംസാരിക്കുന്ന സമയത്ത് വളരെ പെരിഫറലായ, അതായത് റൂമേഴ്സിനെ കുറിച്ച്, ഗോസിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇതൊന്നല്ല അവർക്ക് വേണ്ടത്. അവർ വളരെ ഡീപ്പായ മീനിങ് ഫുള്ളായ കോൺവെർസേഷൻസാണ് അവർ ആഗ്രഹിക്കുന്നത് പാർട്ട്ണറായിട്ട്. എന്നുവെച്ചാൽ അതിൽ നല്ല രീതിയിലുള്ള ചിന്തകൾ, ഓപ്പണായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഓപ്പൺനെസ് വേണം, ഫീലിങ്സ്, ഐഡിയാസ്, സൈക്കോളജി, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ, ഇടപെടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അതുപോലെ ഇമോഷണലായിട്ടുള്ളൊരു സേഫ്റ്റി വേണം. എന്ന് വെച്ചാൽ ചില ആളുകളല്ലേ, എനിക്കും ഇത് പലപ്പോഴും ഇത് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളൊരു സങ്കടം എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തുള്ള ആൾ വളരെ ജഡ്ജ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എടുക്കേണ്ടായിരിക്കുക. അപ്പോൾ അവർ പറയുക, നീ എന്താണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നൊക്കെ പറയും. നമ്മൾ ദേഷ്യപ്പെടുകയാവില്ല, നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ നമ്മുടെ സങ്കടം പറയുമായിരിക്കും, പക്ഷെ നമ്മുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ വേറൊരു സാധനമായിരിക്കും. അപ്പോൾ അവർ നമ്മുടെ അറഗൻസ് ആയിട്ടൊക്കെ പലപ്പോഴും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ, നമ്മുടെ പാർട്ട്ണർ എടുക്കേണ്ടായിരിക്കും. അപ്പോൾ അത് വലിയ വിഷയം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ആ സേഫ്റ്റി, ആ ട്രസ്റ്റ് പലപ്പോഴും നഷ്ടപ്പെടും. അത് നമ്മൾ നിസ്സഹായ അവസ്ഥയിൽ എത്തിക്കും നമ്മളെ. അപ്പോൾ നമ്മളൊരു കാര്യം തുറന്നു പറയാൻ നമുക്ക് അത്ര സെക്യൂറായ, സേഫായ ഒരു വൈബ് തോന്നൂല. പിന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് വേണം. അതായത് സപ്പോർട്ട് വേണം, എൻകറേജ്മെൻറ്റ്, പ്രോത്സാഹനമൊക്കെ കൊടുക്കണം. പിന്നെ കുഴപ്പമില്ല കേട്ടോ, ഒക്കെ ശരിയാവും എന്നൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അങ്ങനെ പറയുന്നൊരു പാർട്ട്ണറായിരിക്കണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ INFJസിൻ്റെ കാര്യം അറിയാലോ, ഓവർ തിങ്കേഴ്സാണ്. വല്ലാണ്ട് ഓവർ തിങ്ക് ചെയ്ത് കളയും, പല കാര്യങ്ങളും ഓവറായിട്ട് അനലൈസ് ചെയ്യും. അപ്പോൾ അവരുടെ ഇമോഷൻസിനെയും ബന്ധങ്ങളെയൊക്കെ ഓവറായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ എന്ത് പ്രശ്നം വെച്ചാൽ അത് നമുക്ക് ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാക്കും. പിന്നെ നമുക്കിങ്ങനെ പേടിയാവും, അയ്യോ ഇതിങ്ങനെയാവോ, ഇത് കൊളാവോ, ബ്രേക്കപ്പ് ആവോ, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ, മറ്റാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ, അങ്ങനെയൊക്കെ ആലോചിക്കും. അതായത് ഇപ്പോൾ കുറച്ച് ഒരാളെ കാണുന്നില്ലെങ്കിൽ, നമ്മളൊരു മെസ്സേജ് ഒരാളുടെ റിപ്ലൈ ഇല്ലെങ്കിലൊക്കെ നമ്മൾ വല്ലാണ്ട് പ്രശ്നമായിരിക്കും നമുക്ക്.
പിന്നെ നമ്മുടെ ഇമോഷൻസ് നമ്മൾ വല്ലാണ്ട് ബാധിക്കും INFJസിനെ. INFJസിൻ്റെ ഇമോഷൻസിനെ INFJസിനെ വല്ലാണ്ട് ബാധിക്കും, പ്രത്യേകിച്ച് ഗേൾസിനെ. പ്രത്യേകിച്ച് ഇത് പീരിയഡ് സമയത്തൊക്കെ ഇവരെ ശരിക്കും ബാധിക്കും ഇത് ഓവറായിട്ട്. അതായത് ഒരുപാട് ഇമോഷൻസ് വരുന്ന സമയത്തേ, അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ ഇമോഷൻസ് തന്നെ ആവാം, അത് മണ്ടയിൽ കയറി ഇങ്ങനെ കളിച്ചിട്ടേ, അല്ലെങ്കിൽ ഹാർട്ടിൽ കയറി കളിച്ചിട്ട് വല്ലാത്ത രീതിയിൽ ക്ഷീണം തട്ടും. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ സെൽഫ് കെയർ, പലപ്പോഴും INFJs നല്ല രീതിയിൽ സെൽഫ് കെയർ ചെയ്യൂല. അപ്പോൾ അവരോട് ഭക്ഷണം കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ വെള്ളം കുടിക്കണം കേട്ടോ, നീ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടോ എന്നൊക്കെ പറയുന്ന ഒരു പാർട്ട്ണറാണെങ്കിൽ അവരുടെ ഭാഗ്യം. പിന്നെ ഇവർക്ക് ഈ കച്ചറ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പക്ഷേ സംസാരിക്കണമെങ്കിൽ അവർ കച്ചറയല്ല ഉണ്ടാക്കണത്, അവർക്ക് ഈ കച്ചറ ഉണ്ടാക്കാൻ ആഗ്രഹമില്ല. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ കോൺഫ്ലിക്റ്റുകളെ, കച്ചറകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ പല കാര്യങ്ങളും പറയാണ്ടിരിക്കും. പക്ഷെ പറയാണ്ടിരിക്കുക പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ റിലേഷൻഷിപ്പിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പലതും പറയാണ്ടിരിക്കുക. അതായത് അവർക്ക് അത്ര ഇഷ്ടമായിരിക്കും ആളെ, പാർട്ട്ണറെ, അതുകൊണ്ടായിരിക്കും അവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണത്. പക്ഷെ അവർ കുറേ കാര്യങ്ങൾ പറയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക, എന്താണ് അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് മനസ്സിലാക്കുക. അത് നമ്മളോടുള്ള ദേഷ്യം കൊണ്ടല്ല നമുക്ക് ഓപ്പോസിറ്റായിട്ട് അവർ സംസാരിക്കേണ്ടാവുക, ഇഷ്ടം കൊണ്ട് തന്നെയാവും. ഇഷ്ടം ഉണ്ടാവും കൊണ്ടാണ് അവർ സംസാരിക്കുന്നതെന്നും കൂടി മനസ്സിലാക്കുക നമ്മളോടൊരു കാര്യം. പിന്നെ വളരെ ആക്റ്റീവായിട്ട് കേൾക്കുക, അവർ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യുക. സങ്കടമാണെങ്കിൽ സങ്കടം എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുക, എന്താ പറ്റിയത്, ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടാണോ, സോറി എന്നൊക്കെ പറയും. ഇടയ്ക്കൊരു സോറി പറഞ്ഞു നോക്കി അവരെ മനസ്സ് ഉരുകി പോകും. പിന്നെ വളരെ ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻസിലൊക്കെ എൻഗേജ് ചെയ്യുക, ഇമോഷണലായി സപ്പോർട്ട് കൊടുക്കുക. ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ സെൽഫ് കെയർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക പാർട്ട്ണർ INFJൻ്റെ കാര്യത്തിൽ. ഇങ്ങനെയൊക്കെ ചെയ്താൽ വളരെ സന്തോഷമായിരിക്കും. ഇങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ആയ, സപ്പോർട്ടിങ് ആയ ഒരു പാർട്ട്ണറായിരിക്കും INFJ. അതേപോലെ INFJസിന് തിരിച്ചും അങ്ങനെ INFJ ഗേൾ ഫ്രണ്ടിന് അങ്ങനെ തിരിച്ചും സപ്പോർട്ടീവായ, അണ്ടർസ്റ്റാൻഡിങ് ആയ ഒരു പാർട്ട്ണറാവാൻ ശ്രമിച്ചാൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. പിന്നെ എൻ്റെ ഒരു ഇതിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അടിപൊളി ഗേൾ ഫ്രണ്ട്സിൽ ഒരാളാണ് INFJ. എല്ലാവർക്കും ഒന്നും സെറ്റാവില്ല, കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിച്ച് ബിരിയാണി കൊടുക്കുമ്പോൾ അപ്പുറത്തെ ആൾക്ക് ചിലപ്പോൾ ബിരിയാണി ഇഷ്ടമാവണമെന്നില്ല. ഇപ്പോൾ INFJ ഗേൾ ഫ്രണ്ട്സിന് കിട്ടുന്ന ആളുകൾ അത്രയും ലക്കിയാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഒരു INFJ ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അനുഭവങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ ബൈ, സീ യു. വേറെ വീഡിയോയിൽ കാണാം.